റെസ്യൂമിൽ എപ്പോഴും പേര് ഏറ്റവും മുകളിൽ കൊടുക്കുക. പേരിന് തൊട്ട് താഴെ ആരാണെന്ന് വ്യക്തമാവുന്ന രീതിയിൽ ഒരു ടൈറ്റിൽ കൊടുക്കുക. ലൈക്ക് അക്കൗണ്ടന്റ്, ബികോം സ്റ്റുഡന്റ്, ബികോം ഗ്രാജുവേറ്റ്, അങ്ങനെ എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് വെച്ചാൽ റോൾ കൊടുക്കുക. അഡ്രസ് ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അത് ഏറ്റവും അവസാനം കൊടുക്കുക. കരിയർ ഒബ്ജക്റ്റീവ് എഴുതിയിരിക്കുന്ന കണ്ടന്റ് ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന ബേസിക് ടെംപ്ലേറ്റ് ആണ്. അത് നമ്മുടെ നെഗറ്റീവായിട്ട് മാത്രമേ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്കിൽസ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതെല്ലാം ഏറ്റവും മുകളിൽ എഴുതേണ്ടതെന്ന് ഓർക്കുക. അതുപോലെ വർക്ക് എത്തിക്സ് ഒരു പ്രോപ്പർ സ്കില്ലാണോ എന്നൊന്ന് ആലോചിക്കുക. എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഡെസിഗ്നേഷനും സ്ഥാപനം മാത്രം വെച്ചതുകൊണ്ട് കാര്യമില്ല. അവിടെ എന്ത് ചെയ്തു, അവിടെ എന്താണ് എക്സ്പീരിയൻസ്, എന്താണ് അച്ചീവ്മെന്റ്സ് എന്ന് കൊടുക്കുമ്പോഴാണ് നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ. ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് എക്സാക്ട് ദിവസം കൊടുക്കേണ്ട, മന്തും ഇയർ മാത്രം കൊടുത്താൽ മതിയാവും. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ പെർസ്യൂയിങ്ങിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, കറക്റ്റ് ചെയ്യുക രണ്ടിടത്തും. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നാണ്, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നാണ്. ലിംഗ്വിസ്റ്റിക് എബിലിറ്റി പോലുള്ള ടേംസ് ഒഴിവാക്കിയിട്ട് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് എന്നൊക്കെ ഉള്ളത് കൊടുക്കുക. പ്രൊഫഷ്യൻസി ലെവൽ പ്രൊഫഷ്യന്റ് എക്സ്പേർട്ട് എന്നുള്ളത് ഏകദേശം സിമിലർ ആണ്, അത് കറക്റ്റ് ചെയ്യുക. നേറ്റീവ് എന്ന് കൊടുക്കുക. സെക്കൻഡ് പേജ് ബ്ലാങ്ക് ആയിട്ട് റെഫറൻസസ് എന്നൊരു ടൈറ്റിൽ മാത്രമായിട്ട് കിടക്കുകയാണ്, കംപ്ലീറ്റ്ലി അൺപ്രൊഫഷണൽ ആണ്, അത് ഡിലീറ്റ് ചെയ്ത് കളയുക.